ഹായ് നമസ്കാരം. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ ഇന്നെൻ്റെ അടുക്കളയിൽ രാവിലെ എത്തിയിട്ടുണ്ട്. രാവിലെ എത്തിയ പാടെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ചൂടോടൊരു കാപ്പി അരത്തി കുടിക്കാമെന്ന് തീരുമാനിച്ച് കാപ്പി അടുപ്പത്ത് വെച്ചു. കാപ്പിയൊക്കെ ഞാൻ തിളപ്പിച്ചു. പിന്നെ ഞാനും അമ്മയും ഓരോ ഗ്ലാസ് കാപ്പി കുടിക്കുകയാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇന്നെനിക്ക് തിരക്കുള്ള ദിവസമാണ്. പള്ളിയിലൊക്കെ പോകണം. ഒരു ബീറ്റ്റൂട്ട് തോരന് അരിയുകയാണ്. ബീറ്റ്റൂട്ട് തോരന് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥനക്കാർ കയറി വന്നത്. അറിയുന്നില്ല പ്രാർത്ഥന ഇവിടെയാണെന്നും. എന്തായാലും പതിവ് പോലെ ഞാൻ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ജംഗ്ഷനിൽ ഇറങ്ങി ഒരു കുപ്പി പാല് വാങ്ങിച്ച് വയ്ക്കുക പതിവുണ്ട്. അഥവാ പ്രാർത്ഥനക്കാർ വന്നെങ്കിൽ അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ. ഉർവശി ശാപം ഉപകാരമായതുപോലെ ഞാൻ ഇന്നലെ പാല് വാങ്ങിച്ചതും ഉപകാരമായി തീർന്നു. ഞാൻ ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇഞ്ചിയും ഏലക്കയും കൂടെ ചതച്ചെടുക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അധികം ആൾക്കാരില്ല. 10 പേര് കൂടി വന്നാൽ അത്രയേ ഉള്ളൂ. പുരുഷന്മാർ മാത്രമേ വരികയുള്ളൂ. സ്ത്രീകളൊന്നും വരില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും കൂടെ മാസത്തിലെ ആദ്യത്തെ ദിവസം, അത് ഞായറെന്നില്ല, ആദ്യത്തെ ഒരു ദിവസം അങ്ങനെ എല്ലാ വീടുകളിലും പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. ചായയിലേക്ക് ഞാൻ ചതച്ച് കൊണ്ടുവന്ന ഇഞ്ചിയും ഏലക്കയും കൂടി ഇട്ട് ഒന്നിളക്കി വെച്ചു. അങ്ങനെ ചായ തയ്യാറാക്കി. പിന്നെ ചായ ഒന്ന് ഒഴിക്കുകയാണ്. ചായ കലത്തിൽ നിന്നെടുത്ത് ഒഴിക്കാൻ പാടായിരുന്നു. ഞാൻ പിന്നെ തവി കൊണ്ട് ഇങ്ങോട്ട് ജഗ്ഗിലോട്ട് ഒഴിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഒന്ന് ആറ്റി വെച്ചു. പ്രാർത്ഥന കഴിയാറാകുമ്പോഴത്തേന് കൊടുക്കണ്ടേ അതിന്. അവർക്ക് ചായയൊക്കെ കൊടുത്തു. അവരെ പറഞ്ഞു വിട്ടു. പിന്നെയും നമ്മുടെ ജോലിയിലേക്ക് തിരികെ പോന്നു. പിന്നെ ബീറ്റ്റൂട്ട് തോരനുള്ളത് ബാക്കി അരിഞ്ഞു വെച്ചു. ബീറ്റ്റൂട്ട് അങ്ങോട്ട് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർ വന്നത്. പിന്നെ ഞാൻ സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. നോക്കിയപ്പോൾ തേങ്ങയില്ല. പിന്നെ തേങ്ങ പൊട്ടിച്ച് തേങ്ങയൂടെ തിരുമിയെടുത്തു. ഇവിടെ തിരുമിയെടുക്കുക എന്നൊക്കെ പറയും, ചിരകിയെടുത്തു. പല ദേശത്തും പല ഭാഷയല്ലേ. ഇങ്ങനെ ഞാൻ ചിരകിയെടുത്ത്. പള്ളിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പോകാനായിട്ടാണ് ഞാൻ തെറി വെച്ച് ജോലി ചെയ്യുന്നത്. ഇത് കണ്ടോ, ആ പൂ കണ്ടോ? അതാണ് ജിഞ്ചർ ഷാമ്പു എന്ന് പറയുന്നത്. നമ്മുടെ തോരനൊക്കെ അടുപ്പേ വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, സവാള, പച്ചമുളക് അരിഞ്ഞത് ഇവയെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ടപ്പം ബീറ്റ്റൂട്ടോട് വീണങ്ങ്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കിടക്കട്ടെ, എല്ലാം കൂടെ വേകട്ടെ കിടന്ന്. അങ്ങനെ അടുപ്പയിലോട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോയി. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു തേച്ച് മടക്കാൻ. ഞാൻ തേച്ച് മടക്കി ഇട്ടേക്കുവാണ്. പിന്നെ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ പാത്രം കൂടെ കഴുകിയെടുത്തു. പാത്രമൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു ഒരു അവിയൽ വയ്ക്കാമെന്ന്. അവിയലിന് ചേമ്പ്, വഴുതനങ്ങ, തക്കാളി, പിന്നെ കണ്ണൻ ചേമ്പ്, ചെറിയ ചേമ്പ്, ഇവിടെ ചീമച്ചേമ്പെന്നും കണ്ണച്ചേമ്പെന്നും ഒക്കെ പറയും. അങ്ങനെ കുമ്പളങ്ങ, അങ്ങനെ കുറച്ച് പച്ചക്കറി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നുമില്ല. അതെല്ലാം കൂടി ഇട്ട് ഒരു അവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്.
അങ്ങനെ ഞാൻ അവിയലിനെ അരിഞ്ഞെടുത്തു. പിന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് വേകാൻ വെച്ചു. അങ്ങനെ അവിയലിനെ ഞാൻ അടുപ്പയിലോട്ട് വെച്ചിട്ട് ആനച്ചുവടി പറിക്കാനായിട്ട് കയറിപ്പോയി. ആനച്ചുവടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതൊരു ഔഷധ സസ്യമാണ്. അത് ചിക്കനിലൊക്കെ ഇട്ട് കറി വയ്ക്കും. അതായത് ചിക്കനിലിടുന്നത് വഴി പൈൽസ് എന്നുള്ള അസുഖമുള്ളവരുടെ അസുഖത്തിന് വളരെ ശമനം ഉണ്ടാകും. അവർക്ക് ആ ചിക്കനൊക്കെ കൂട്ടാൻ സാധിക്കും. നമുക്ക് പൈൽസിന് അസുഖം ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് അത് ചിക്കനിലിടുന്നത് വളരെ നല്ലതാണ്. ഇപ്പം അത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെയാണ് ആനച്ചുവടി. ആനച്ചുവടി എന്ന പേര് വരുന്നത് തന്നെ ആനയുടെ കാൽപാദത്തിൻ്റെ ചുവടിൻ്റെ ഷേപ്പിലുള്ള ഒരു സസ്യമാണ്. അതായത് വൃത്താകൃതി തന്നെയാണെങ്കിൽ അതിൻ്റെ ഇലകൾ കിടക്കുന്നത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോഴേ പോയ വഴിക്ക് വിറക് കണ്ടു, അതെടുത്ത് ഞാൻ വിടുകയാണ്. അപ്പോഴേ ഈ വന്ന് നോക്കിയെടുത്തൊന്നും അത് കണ്ടില്ല. ഇപ്പം കാടുകളിലൊക്കെയാണ് ആനച്ചുവടി സാധാരണയായിട്ടുള്ളത്. അപ്പം നോക്കിയിട്ടെങ്ങും ഇവിടൊക്കെ ഇഷ്ടംപോലെ മരുന്നുകളുള്ള പ്രദേശമായിട്ടുകൂടെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ എല്ലാം ഏത് നോക്കുന്നതും മരുന്നുകളാണ്. ഇപ്പം കാട്ടി നോക്കിയിട്ടതൊന്നും കണ്ടില്ല. പിന്നീട് ഞാൻ എന്നും പറിക്കാറുള്ളിടത്ത് തന്നെ വന്ന് നോക്കിയപ്പം എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. ഞാൻ പിന്നത് പറിച്ചെടുത്തുകൊണ്ട് പോന്നു. അപ്പോഴേ ആനച്ചുവടി എന്താണെന്നും നമുക്കൊന്ന് കാണാം. ഇതാണ് ആനച്ചുവടി. അപ്പോഴേ വേര് പറഞ്ഞു പോകാതെ എനിക്ക് വേരാണ് ആവശ്യം. ചിലരിതിൻ്റെ ഇലകളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഞാൻ ഇലകളിടുന്നില്ല, ഇതിൻ്റെ വേര് മാത്രമാണ് ഇടുന്നത്. പൈൽസിൻ്റെ അസുഖം തന്നെയല്ല, മറ്റുള്ള ഏത് അസുഖത്തിനും ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഇതൊരു മരുന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഇട്ട് എണ്ണ അനത്തി തേച്ചാൽ തലമുടിക്ക് വളരാനും അതുപോലെ തലമുടിയിലും പോട്ടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ കൊള്ളാവുന്ന ഒരു സസ്യമാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല സസ്യമാണ്. ഇതാ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെല്ലാം മിക്കവാറും പേര് കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോഴേ എന്തായാലും ഇവിടെയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കളയരുത്. ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ഒരു മൂടെങ്കിലും നട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പറിച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് പിന്നെ ചിക്കനിലേക്ക് ഞാൻ ഇങ്ങനെ കെട്ടി മാല പോലെ കെട്ടി ഇട്ടിട്ട് തവി കൊണ്ടൊന്ന് നടുക്കോട്ടാക്കി വെച്ചു. എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോൾ അതൊന്ന് വേകുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് ഒന്നുകൂടെ നാട്ടയ്ക്കാം. അപ്പോൾ പിന്നെ അത് വറക്കാനാണ് ചിക്കന്. പിന്നെ അവിയൽ വെച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.